അപ്പോൾ 10 kV 96 വോൾട്ട് ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റമിനോട് കൊടുത്തിരിക്കുന്നത്. വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് 540 രൂപ അടുത്താണ് നമുക്ക് ബില്ല് വന്നിട്ടുള്ളൂ. ഇതിന് മുമ്പ് നമുക്ക് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് 5000 to 7000 ആ റേഞ്ചിലാണ് നമുക്ക് എമൗണ്ട് ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ ബാക്കിൽ ഒരു ഷെഡ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിലായിട്ടാണ് നമ്മൾ ഈ പാനൽ കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 5800 വാട്ട്സോളം നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ടോട്ടൽ യൂണിറ്റ് 1026 യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. ഈ 1026 യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 2 മാസം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. 8 ബാറ്ററി, അതായത് ഇപ്പോൾ 12 വോൾട്ട് 2 കിലോ ബാറ്ററി ആണെങ്കിൽ ഒരു 8 ബാറ്ററി വെക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഈ ഒറ്റ ലിഥിയം ബാറ്ററി വെച്ചാൽ മതി. NMS സിസ്റ്റം വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഓരോ ബാറ്ററിയുടെ സെല്ലിലേക്ക് കൊടുക്കുന്ന എന്തെങ്കിലും വോൾട്ടേജിൽ എവിടെയും ഒരു വേരിയേഷൻ വന്നാൽ അപ്പം തന്നെ ബാറ്ററിയുടെ ഔട്ട്പുട്ട് കട്ടാവും. നേരത്തെ 6000 വരെ വന്ന് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ 500 സംതിങ് വന്നു. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് മാത്രമേ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 10 kV ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് നമ്മളിത് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന സ്ഥലത്ത് ജോസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന വീട്ടിലാണ് നമ്മുടെ ഈ സിസ്റ്റമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 kV 96 വോൾട്ട് ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റമിനോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യാനുള്ള കാരണം, പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് സിസ്റ്റം ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞിട്ടുള്ള ബില്ല് നമുക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 540 രൂപ അടുത്താണ് നമുക്ക് ബില്ല് വന്നിട്ടുള്ളൂ. ഇതിന് മുമ്പ് നമുക്ക് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് 5000 to 7000 ആ റേഞ്ചിലാണ് നമുക്ക് എമൗണ്ട് ബില്ല് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നുണ്ടാവും ഈ ഒരു ബില്ല്. അപ്പോൾ ഇത്ര എമൗണ്ടൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചിട്ടാണ് നമുക്കിപ്പോൾ ഒരു 540 ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് വരാനുള്ള കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അപ്പോൾ എന്തൊക്കെ ലോഡാണ്, എന്തൊക്കെയാണ്, എന്തോരം സമയമാണ് ഇതിനകത്ത് പ്രവർത്തനം വരുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ വീഡിയോ ആണ്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ, ബാറ്ററി, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സിസ്റ്റം, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലോഡും കാര്യങ്ങളും എല്ലാം ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് ഇതിന്റെ പാനലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ ഈ 2 സ്ട്രിങ് ആയിട്ട് നമ്മൾ ഈ ഇതിന്റെ ഹൈറ്റിലാണ് നമ്മൾ പാനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ ബാക്കിൽ ഒരു ഷെഡ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിലായിട്ടാണ് നമ്മൾ ഈ പാനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെയുള്ള വെയിൽ നമുക്ക് നല്ല രീതിയിലൂടെ കിട്ടും. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. നമുക്ക് വീടിന്റെ മേളിലാണ് ചെയ്യാം, പക്ഷേ ഇവിടെ ഇത്ര ഹൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് പാനലിന്റെ സ്ട്രക്ചർ ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റും വരും, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇത് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഈ ഷെഡിന്റെ താഴെ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കേബിളിന്റെ ലെങ്ത്തോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളിത് ലിഥിയം ബാറ്ററി ചെയ്തുകൊണ്ട് നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഷെഡിൽ ഈ സിസ്റ്റം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാനലിന്റെ സ്റ്റാൻഡിങ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഷീറ്റിന്റെ മേളിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ സിസ്റ്റം നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈഫിഷ്യൽ പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരാൾക്ക് കയറി വന്ന് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള വാക്വയും കാര്യങ്ങളൊക്കെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനലിൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാനസോണിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ 585 വാട്ട്സിന്റെ 10 പാനൽസാണ് നമ്മൾ ഇവിടെ 10 kV സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പാനൽ വരുന്നത് 585 ടോപ്പ് കോൺ സീരീസിൽ വരുന്ന മോണോപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട് ബൈഫിഷ്യൽ പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതായത് 5 പാനൽ ഒരു സൈഡിലും 5 പാനൽ ഒരു സൈഡിലും അങ്ങനെ രീതിയിൽ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ സ്ട്രിങ്ങിൽ നമ്മൾ ഇത് 4 കേബിൾ കോഡാണ് താഴേക്ക് കൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റ സ്ട്രിങ് 6ന്റെ കേബിൾ കോഡ് നമ്മൾ താഴേക്ക് കൊണ്ടിരിക്കണം. അതുപോലെ രണ്ടാമത്തെ സ്ട്രിങ്ങും അങ്ങനെ 6ന്റെ കേബിൾ കോഡാണ് നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കുന്നത്. നമുക്ക് വൺ സൈഡ് ഏകദേശം ഒരു 7 മീറ്റർ ആണ്, ഒക്കെയാണ് അത്രയൊക്കെ വരുന്നുള്ളൂ. നമ്മുടെ ഈ അടിയിൽ തൊട്ട് താഴെയാണ് നമ്മുടെ അതിന്റെ DBയും കാര്യങ്ങളൊക്കെ DC DB ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ VOC എന്ന് പറയുന്നത് ഒരു പാനലിൽ ഓൾമോസ്റ്റ് ഒരു 51 വോൾട്ടോളം VOC നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ 5 പാനൽ സീരീസ് ചെയ്ത് 255 വോൾട്ടാണ് നമുക്ക് ഏകദേശം ഒരു സ്ട്രിങ്ങിൽ നിന്ന് VOC കിട്ടുന്നത്. അങ്ങനെ ഇത് 2 രീതിയിലാണ് ഇതിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളത് പാനൽ നേരെ DC DBയിലേക്ക് കയറിയിരിക്കണം, അവിടെ നിന്ന് നേരെ MBPയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 2 സ്ട്രിങ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5800 വാട്ട്സോളം നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് അത്രയും പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 kV എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ വീട്ടിലെ ലൈവ് ലോഡും നോക്കിയിട്ട് നമ്മൾ അത്രയും പാനൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ ഈ പാനൽ ഒരു 4 പാനൽ വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇവിടുത്തെ ലൈവ് ലോഡും അത്യാവശ്യം ഇവിടെ വേണ്ട വർക്കിംഗ് ലോഡെല്ലാം നോക്കിയിട്ട് ഈ സിസ്റ്റം തന്നെ ഇവിടെ ധാരാളമാണ് നമ്മുടെ ഈ പാനൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു നല്ലൊരു ലൈറ്റിംഗ് അറസ്റ്റോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റേഡിയേഷൻ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം പൊക്കിയിട്ടാണ് നമ്മൾ മൾട്ടി സ്പൈക്കിന്റെ ലൈറ്റിംഗ് അറസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ എർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഈ സ്ട്രെച്ചർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു അടിപൊളി രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്ട്രെച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിന്റെ സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് ഇതിന്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഷീറ്റിന്റെ തൊട്ട് മേലിലാണ് പാനലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ടാണ് നമ്മൾ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇതിന്റെ ഇൻവെർട്ടറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ACDB DCDB കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമ്മൾ പ്രീമിയം ACDB ആണ് കൊടുത്തിരിക്കുന്നത് V-Guard എന്ന കമ്പനിയുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വരുന്നത്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 2 സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 5 പാനൽ ഒരു സ്ട്രിങ്, 5 പാനൽ ഒരു സ്ട്രിങ്, അങ്ങനെ മൊത്തം 10 പാനൽ 2 സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇത് 2 ബ്രേക്കറിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് അതിന്റെ ഔട്ട് MPPT-ലേക്ക് പാരലൽ ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു അടിപൊളി ഒരു DCDB ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ DC എർത്തിങ്ങും പാനലിന്റെ സ്റ്റാൻഡ് എർത്തിങ്ങും അങ്ങനെ എല്ലാ എർത്തിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. DCDB നമുക്ക് ഇത് അടച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഇപ്പുറത്ത് തന്നെയാണ് ACDB വരുന്നത്. ACDB എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് ഇതിൽ കൂടെ കയറിയിട്ടാണ് ഇതിന്റെ ഔട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഇന്നായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും പ്രീമിയം ACDB തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ACDB നമ്മൾ സെപ്പറേറ്റ് എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പാനലിന്റെ കേബിൾ കാര്യങ്ങൾ ഇതുപോലെ 25ന്റെ പൈപ്പിൽ കൂടെ നേരെ ഇതിലേക്ക് കയറി ഇതിൽ നിന്നാണ് നമ്മുടെ DCDB കയറിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ MPPT-ലേക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് MPPT ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും SPS എന്ന കമ്പനിയുടെ MPPT ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന മോഡൽ എന്ന് പറയുന്നത് റെഡ് 16-18C 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള MPPT, അതായത് 60 ആംപിയറിന്റെ MPPT ആണ് ഇതിനകത്ത് വരുന്നത്. 48 വോൾട്ട് തൊട്ട് 144 വോൾട്ട് വരെയുള്ള ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് 96 വോൾട്ടിലാണ് നമ്മുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുക്കേണ്ട VOCയും കാര്യങ്ങളും ഇപ്പൊ 96ലാണെങ്കിൽ ഓൾമോസ്റ്റ് 250 വോൾട്ട് വരെ VOCയും കൊടുക്കാൻ പറ്റും. 5000 വാട്ട് വരെ പാനൽ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും. 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള MPPT ആണ്. അപ്പൊ നമുക്ക് അതിന്റെ MPPT ഡിസ്പ്ലേയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. LCD പ്ലസ് LED ഡിസ്പ്ലേ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ LED ഡിസ്പ്ലേയിൽ സോളാർ എന്നുള്ള ഇൻഡിക്കേഷൻ, ചാർജിങ്, എക്സസ് റിലേ. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. SPS-ന്റെ MPPT ആ ഒരു സെയിം ഇത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. സോളാറിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സോളാർ എന്നുള്ള വോൾട്ടേജ് വന്നു തുടങ്ങുമ്പോൾ തന്നെ സോളാർ എന്നുള്ള ഇൻഡിക്കേഷൻ തെളിയും. ചാർജിങ് എന്ന് പറയുന്നത് സോളാർ എന്നുള്ള ചാർജിങ് സ്റ്റാർട്ട് ആക്കി തുടങ്ങുമ്പോൾ തന്നെ ചാർജിങ്. ഈ എക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ റിലേ ഓൺ ആയതിനു ശേഷം നമ്മളിപ്പോൾ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്, ബാറ്ററി ചാർജ് ഫുള്ളാണ്, നമ്മൾ ലോഡൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എനർജി വേസ്റ്റ് ആണെന്നുള്ള കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് എക്സസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ. റൈറ്റ് സൈഡിൽ ഇൻഡിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4 ടൈപ്പ് ചാർജിങ് ആണ് നമ്മുടെ ഈ ഒരു MPPT-യിൽ ഉള്ളത്. അപ്പോൾ ബൾക്ക് ചാർജിങ്, അബ്സോർപ്ഷൻ ചാർജിങ്, ഫ്ലോട്ട് ചാർജിങ്, ഐഡിയൽ ചാർജിങ്. ഇപ്പോൾ ഫ്ലോട്ട് ചാർജിങ്ങിലാണ് നമ്മുടെ ചാർജിങ് നടക്കുന്നത്. LCD ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 4 ലൈൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ഇപ്പോൾ ഓൾമോസ്റ്റ് 105 വോൾട്ട് ബാറ്ററിയിലുണ്ട്. അതായത് ഓൾമോസ്റ്റ് ബാറ്ററി ചാർജ് ഫുള്ളാണ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 4 മണി 4:30 സമയത്താണ് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സോളാർ എന്നുള്ള ചാർജിങ് എന്ന് പറയുന്നത് 8 ആംപിയറിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത്. ഇപ്പോൾ ഡെയിലി യൂണിറ്റ് നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ 17.6 യൂണിറ്റ് നമുക്ക് ഇപ്പോൾ ഇന്ന് ഒരു ദിവസം ഇന്നത്തെ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 to 25 യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അതായത് ഇപ്പോൾ ടോട്ടൽ യൂണിറ്റ് 1026 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 1026 യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 മാസം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഓഫ് ഗ്രിഡിൽ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് യൂണിറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ചാണ് യൂണിറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 17 യൂണിറ്റോളം നമുക്ക് ഇന്നത്തെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 20 to 25 യൂണിറ്റോളം നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ലോഡ് കുറവായതുകൊണ്ടാണ് അത്രയും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് നമുക്ക് കാണാം. 245 വോൾട്ടോളം സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സോളാറിന്റെ ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് 886 വോൾട്ടോളം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സോളാർ ഇൻപുട്ട് 3 ആംപിയർ ആണ് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്നത്. അത് 8 ആംപിയറേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാറ്ററി ചാർജിങ്ങും ലൈവ് ലോഡിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ ചാർജിങ് മോഡ്, ഫ്ലോട്ട്, അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത്. SPS എന്ന കമ്പനിയുടെ ഇൻവെർട്ടർ തന്നെയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ആണ് നമ്മുടെ SPS-ന്റെ എല്ലാ ഇൻവെർട്ടറും. അപ്പോൾ ഇതിന്റെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ LS 10kV 96 വോൾട്ട് ആണ് നമ്മുടെ ഒരു ഇൻവെർട്ടർ വരുന്നത്. അതായത് ഇതിന്റെ ലോഡ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7800 വാട്ട്സ് വരെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും ഈ ഇൻവെർട്ടറിൽ. നമ്മുടെ കണ്ടിന്യൂസ് ലോഡ് 4500 5000 വാട്ട്സോളം നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് ഇൻവെർട്ടറിൽ ലോഡ് ചെയ്യാൻ പറ്റും. അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ മെയിൻ ഡീറ്റെയിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റും. ഇതിനകത്ത് 3 ബട്ടനാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് സോളാറിന്റെ ഇൻഡിക്കേഷൻ ആണ്. അതായത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് ആണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓൺ ആക്കി ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സോളാറിലാണ് കിടക്കുന്നത്, ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജ് ആവില്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് UPS മോഡ് ആൻഡ് ഇൻവെർട്ടർ മോഡാണ്. അത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഓഫ് ചെയ്തിടുമ്പോൾ അത് ഇൻവെർട്ടർ മോഡിൽ തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ എല്ലാ ഇൻവെർട്ടറിലുള്ള മാതിരി തന്നെ ഇൻവെർട്ടർ മോഡ് ആൻഡ് UPS മോഡുള്ള ഒരു സ്വിച്ച് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ മൂന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. നമ്മുടെ ഇൻവെർട്ടറിന്റെ സിസ്റ്റം ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊരു നോർമൽ ഇൻവെർട്ടർ ആണ്. ഈ നോർമൽ ഇൻവെർട്ടർ നമ്മൾ MPPT വെച്ച് കൺവേർട്ട് ചെയ്ത് സോളാർ ആക്കി മാറ്റി. ഇപ്പൊ ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് LCD ഡിസ്പ്ലേയിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ലോഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് 224 വോൾട്ടോളം ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ലോഡ് ഓൾമോസ്റ്റ് 710 VA ഇപ്പൊ ഈ സമയം കൊണ്ട് ഔട്ട്പുട്ട് ലോഡ് വരുന്നുണ്ട്. ഇപ്പൊ ബാറ്ററിയുടെ വോൾട്ടേജ് ഓൾമോസ്റ്റ് 105.8, അതായത് ഇപ്പൊ ഓൾമോസ്റ്റ് ബാറ്ററി ഫുള്ളാണ്. ബാറ്ററി നല്ല എടുക്കുന്നത് ഡയറക്റ്റ് ലൈവ് സോളാറിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പോൾ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇത്രയും വരുന്നത്. 2 വർഷം വാറന്റി ഉള്ള ഇൻവെർട്ടർ ആണ് നമ്മുടെ SPS ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഗ്രിഡ് ചാർജിങ് എനേബിൾ ഡിസേബിൾ സ്വിച്ച് ഉള്ള ഒരു ഇൻവെർട്ടർ ആണ്. പ്രത്യേകമായിട്ട് ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻവെർട്ടർ. നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന UTN ലിഥിയം ബാറ്ററി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ സൈഡിൽ വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് ഇതിന്റെ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു 8 ബാറ്ററി, അതായത് ഇപ്പൊ 12 വോൾട്ട് ട്യൂബുലർ ബാറ്ററി ആണെങ്കിൽ ഒരു 8 ബാറ്ററി വെക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഈ ഒറ്റ ലിഥിയം ബാറ്ററി വെച്ചാൽ മതി. 96 വോൾട്ട് 100 AHന്റെ UTL എന്ന കമ്പനിയുടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 96 വോൾട്ട് ആണ് നമ്മുടെ ബാറ്ററി വരുന്നത്. 100 AH ആണ് നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. ഡിസ്ചാർജിങ് കറന്റ് 80 ആംപിയർ, ചാർജിങ് കറന്റ് ഓൾമോസ്റ്റ് 45 ആംപിയർ ആണ് വരുന്നത്. ബാറ്ററിയുടെ ലോ കട്ട് ഓഫ് വോൾട്ടേജ് വരുന്നത് 87 വോൾട്ട് ആണ്. ഹൈ കട്ട് ഓഫ് വരുന്നത് 105 വോൾട്ട് ആണ്. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ബാറ്ററിയുടെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ടെർമിനൽസ് കാര്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ 2 കേബിളാണ് മെയിൻ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ഇൻവെർട്ടറിലേക്ക് പോകാനും ഒരെണ്ണം നമ്മുടെ ബാറ്ററിയിലേക്ക് MPPTയിലേക്കും പോകാനുള്ള 6ന്റെ കേബിൾ ഇട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് വരുന്നുണ്ട്. നമുക്ക് ബാറ്ററി ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിലിന്റെ വോൾട്ടേജും കാര്യങ്ങളും എത്ര ഉണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 96-100% ബാറ്ററിയിൽ ഇപ്പോൾ ചാർജ് ഉണ്ട്. നമുക്ക് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ 105.7 വോൾട്ട്, അതായത് 106 വോൾട്ടാണ് നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. ബാറ്ററി ഇപ്പോൾ കട്ട് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ ചാർജിങ് ഡിസ്ചാർജിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നമുക്ക് ആ ഒരു വേരിയേഷൻ അറിയാൻ പറ്റും. അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് 5 വർഷം ഓൺസൈറ്റ് വാറന്റിയാണ് നമുക്ക് കമ്പനി തരുന്നത് ഈ ബാറ്ററിക്ക്. 5 എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6-7-10 വർഷം വരെ നമുക്ക് ഈ ലിഥിയം ബാറ്ററിക്ക് ലൈഫ് കിട്ടും. ബാറ്ററി വാട്ടർ മാറ്റേണ്ട കേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തായാലും നമ്മൾ ഇത്രയും വലിയ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു 8 ബാറ്ററി വെച്ചിട്ട് സാധാ ട്യൂബുലർ ബാറ്ററി 8 ബാറ്ററി വെച്ചിട്ടുള്ള 96 ചെയ്യുകയാണെങ്കിൽ ആ 8 ബാറ്ററി മാസം കൂടുമ്പോൾ അതിന്റെ ബാറ്ററി വാട്ടർ മാറ്റേണ്ട കേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് സീറോ മെയിൻ്റെനൻസ് ആണ്. അങ്ങനത്തെ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് 10 വർഷത്തേക്ക് ഒന്നും നോക്കാതെ തന്നെ ഈ ബാറ്ററി നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് അത്യാവശ്യം ബാറ്ററി വെക്കുമ്പോൾ നല്ല രീതിയിലുള്ള വെന്റിലേഷനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലവരുടെ സംശയമാണ് ഈ ലിഥിയം ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവില്ല അങ്ങനെയൊക്കെ. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് BMS സിസ്റ്റം വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഓരോ ബാറ്ററിയുടെ സെല്ലിലേക്ക് കൊടുക്കുന്ന എന്തെങ്കിലും വോൾട്ടേജിൽ എവിടെയും ഒരു വേരിയേഷൻ വന്നാൽ അപ്പം തന്നെ ബാറ്ററിയുടെ ഔട്ട്പുട്ട് കട്ടാവും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ വേറെ അതിന്റെ ബ്ലാസ്റ്റിംഗ് അങ്ങനത്തെ കേസുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെന്റിലേഷൻ ഉള്ള സ്ഥലത്ത് വെക്കുക. നല്ല വെയിലടിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നനയുന്ന സ്ഥലത്തോ അങ്ങനെയൊന്നും നമ്മൾ ഈ ബാറ്ററി ഒന്നും വെക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ നമുക്ക് ബാറ്ററി സുഖമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ബാറ്ററി BMS സിസ്റ്റം വഴി വർക്ക് ചെയ്യുന്നുണ്ട്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അതുവഴി വർക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വോൾട്ടേജിൽ എന്തെങ്കിലും ഒരു കുറവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഈ സെല്ല് ഇവിടെ ബ്രേക്ക് ചെയ്ത് നമുക്കിത് ഓഫ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കിട്ടില്ല. നമുക്കിത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഫോണിൽ നിന്ന് അറിയാൻ പറ്റും ഓരോ സെല്ലിൽ എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ലിഥിയം ബാറ്ററി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാക്കിങ്ങിലൂടെയാണ് നമുക്ക് ഈ ബാറ്ററി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും ജോജന്റെ ഉള്ളതാണ്. അപ്പൊ എന്റെ മോൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ചേട്ടനോട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ചേട്ടാ, നമുക്ക് ഈ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാരണവും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കസ്റ്റമറോട്. നമുക്കിപ്പോ ഒരു മെഷീൻ റൺ ചെയ്യാനുണ്ട്. അത് 5 HP മോട്ടറാണ്. അപ്പൊ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വെച്ചത്. പിന്നെ നമുക്ക് മഷ്റൂമിന്റെ കൾട്ടിവേഷൻ ഉണ്ട്. അപ്പൊ അതിനും കൂടി നല്ലൊരു കൺസംഷൻ ഉള്ളതാണ് നമ്മൾ ഇവിടെ മെഷീൻ വെച്ചത്. അപ്പൊ മിഷൻ നമ്മൾ സിസ്റ്റം വെച്ചതിന് ശേഷമാണ് മിഷൻ കൊടുത്തിരിക്കുന്നത്. അതെ. ഓക്കെ. അപ്പൊ കറണ്ട് ബിൽ ഇപ്പൊ എത്ര വരുന്നത് ആദ്യം വന്നത്? ഇപ്പൊ നേരത്തെ 6000 വരെ വന്ന് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ 500 സംതിങ് വന്നുള്ളൂ. അത് ഇടയ്ക്ക് നമ്മള് സെറ്റിംഗ് മാറി കാരണം വന്നാണ്. ഇപ്പൊ ഈ പ്രാവശ്യം അറിയാൻ പറ്റും മിനിമം ചാർജ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മിഷൻ എല്ലാ ദിവസവും പ്രവർത്തനം വരുന്നതാണോ? ഏകദേശം എല്ലാ ദിവസവും, ആഴ്ചയിൽ എല്ലാ ദിവസവും. ഇതിപ്പോ സോളാറിലേക്ക് രാവിലെ മാറിയതിനു ശേഷം തിരിച്ച് KCBയിലേക്ക് മാറുന്നപ്പോഴായിരിക്കും രാത്രി നമുക്ക് ഫുൾ ഡേ കിട്ടാറുണ്ട്. ഫുൾ ഡേ കിട്ടും. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് മാത്രമേ ഇത് KCBയിലേക്ക് മാറാറുള്ളൂ. അപ്പൊ തന്നെ പിന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ വീട്ടിൽ അത്യാവശ്യ ലോഡുകളൊക്കെ നമുക്ക് എല്ലാം ഫുൾ ലോഡ് വർക്ക് ചെയ്യും. രാത്രി മറ്റേ ഫ്രിഡ്ജ് എല്ലാം ചാർജ് കൺസ്യൂം ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കും തീരുന്നുണ്ട്. ബാക്കിയത്തെ എല്ലാ ലോഡും നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കറന്റ് കൺസംഷൻ ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ മോട്ടർ എല്ലാം അടിക്കുന്നുണ്ട്. ഓക്കെ.
ഇലക്ട്രിക് കാർ സ്കൂട്ടർ ഉണ്ട് ഇപ്പൊ charge ചെയ്യാനൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് കാർ പതുക്കെ ഉണ്ടാവും. ഫ്രണ്ട്സ് അതാണ് നമുക്ക് ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ഈ സിസ്റ്റം വെച്ചതിന് ശേഷം നമുക്ക് ഓൾമോസ്റ്റ് കറണ്ട് ബില്ല് അത്രയും കുറയ്ക്കാനും എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 10 kV ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ, ബാറ്ററി, പാനൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ചിലവ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 5,50,000 അടുത്താണ് നമുക്ക് ഇത് സിസ്റ്റം ഇവിടെ ഇത് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിസ്റ്റം നിങ്ങളുടെ അവിടേക്ക് നമ്മൾ ഓൾ കേരള ഇൻസ്റ്റാളേഷൻ ഉള്ളതാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.